ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വിദ്യ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ കപ്പ പുഴുങ്ങിയതും അതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന 2 വെറൈറ്റി ചട്നീൻ്റെ റെസിപ്പിയാണ്. ഇതിലൊന്ന് പച്ചമുളക് ഉപയോഗിച്ച് മല്ലിയിലൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഗ്രീൻ ചട്നിയും അതിലൊന്ന് വറ്റൽ മുളക് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന റെഡ് ചട്നിയുമാണ്. ഈ 2 ചട്നിയും അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. ഒരു കപ്പയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഒരു കപ്പയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ചട്നി. അടിപൊളി സൂപ്പർ ടേസ്റ്റ് വെറൈറ്റിയാണ്. അത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും വളരെ ഇഷ്ടപ്പെടും. ഇത് കപ്പേൻ്റെ കൂടെ മാത്രമല്ല, ബിരിയാണി, നെയ്ച്ചോറ്, മന്തി ഇതിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു അടിപൊളി സൂപ്പർ ടേസ്റ്റ് ചട്നിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കപ്പേൻ്റെ സീസണാണ്. അപ്പോൾ ഈ കപ്പ വാങ്ങിയിട്ട് ഈ 2 ചട്നി അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇത് ഞാൻ ഒരു 1.5 കിലോ കപ്പ ഇങ്ങനെ കട്ട് ചെയ്ത് അതിന് ശേഷം തിളച്ച വെള്ളത്തിലേക്കിട്ട് കുറച്ച് നേരം ഇത് തിളച്ച് കഴിഞ്ഞ് ഒരു ഹാഫ് വേവ് ആവാനായിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കപ്പ തുറന്ന് വെച്ച് വേവിക്കുന്നതാണ് നല്ലത്. ഈ കുക്കറിൽ വേവിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ വെച്ച് വേവിക്കുന്നത്. കപ്പയിലൊരു സയനൈഡിൻ്റെ അംശം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ മൂടി വെക്കാണ്ട് കുറേ നേരം വെന്തിട്ട് പിന്നെ കുറച്ച് വേണമെങ്കിൽ മൂടി വെക്കാം. മിക്സി ജാറിലേക്ക് ഞാനിത് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 പച്ചമുളക്, ഒരു 5-8 വെളുത്തുള്ളി ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ലെമൺ ജ്യൂസാണ്. ഇത് ചെറുനാരങ്ങ എടുത്ത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടുള്ള ജ്യൂസ് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 ചെറുനാരങ്ങ, അത്യാവശ്യം വലുപ്പമുള്ള 2 ചെറുനാരങ്ങ പിഴിഞ്ഞ് ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർക്കേണ്ടിയിരുന്നു. ചെറിയുള്ളി അല്ലെങ്കിൽ വെല്ലുള്ളി. എൻ്റെ അടുത്ത് ചെറിയുള്ളി ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ വലിയുള്ളിയാണ് ചേർക്കുന്നത്. അത് ആദ്യം ചേർക്കാൻ മറന്ന്. ഏകദേശം ഒരു അത്യാവശ്യം വലുപ്പമുള്ള, അധികം വലുതല്ലാത്തൊരു ചെറിയുള്ളി വലിയുള്ളി ഞാനിതിലേക്ക് അരയ്ക്കാം. അതും കൂടി ചേർത്തിട്ട് അരയ്ക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതിൽ കുറച്ച് 2 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെറും വെളിച്ചെണ്ണ. ഈ കപ്പയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. രണ്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. ഒരു 3-4 ഉണക്കമുളക് ചേർക്കാം. ഓഫ് ചെയ്തിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കപ്പയിലേക്ക് ഒഴിച്ചെടുക്കാം. ഇത് പാത്രം അടക്കം അങ്ങനെ. ഇനി ഇത് ചട്ടി അടക്കം പിടിച്ചിട്ട് ഇങ്ങനെ ഈ കലം പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കി കൊടുക്കണം. പാത്രത്തിൽ ഒരു ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക.
ഇനി അതിലേക്ക് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി, അല്ലെങ്കിൽ വലിയുള്ളി, ഒരു 3-4 വലിയ ഇതിനെ കൊണ്ട് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ എളുപ്പത്തിൽ പുളി ചേർത്തിട്ട്, പുളിയില്ലാത്ത പുളി ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് തരിതരിയോടുകൂടിയ മുളക് പൊടി ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയില്ലെങ്കിൽ അപ്പാടുള്ള ഉണക്കമുളക് എടുത്താലും മതി. അതൊന്ന് നല്ലോണം ആദ്യം എണ്ണയിൽ വാട്ടിയെടുക്കണം. ഇത് നല്ലോണം വറുത്തെടുത്തതാണ്. ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുക. ശർക്കരപ്പൊടിയോ അല്ലെങ്കിൽ ശർക്കര ഉരുക്കിയതോ ഒഴിച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് അരച്ചെടുത്താൽ ചട്നി റെഡിയായി. അപ്പോൾ നമ്മുടെ കപ്പയും ഗ്രീൻ ചട്നിയും റെഡ് ചട്നിയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടെ ജിഞ്ചർ തുളസി ടീയും ഉണ്ട്. ഈ റെഡ് ചട്നി അരയ്ക്കുമ്പോൾ അത് കൂടുതൽ അരയാൻ പാടില്ല, കുറച്ചൊരു തരുതര് പോലെയാണ് വേണ്ടത്. ഇത് നല്ല അപ്പം ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കഴിക്കാൻ തോന്നും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.